അമ്പൂരിയിൽ ലോക സംഗീത ദിനം ആഘോഷിച്ചു. പഴയകാല വാദ്യോപകരണ പ്രദർശനം ശ്രദ്ധേയമായി. ലോക സംഗീത ദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്പൂരി പഞ്ചായത്തിലെ നമ്മളിടം ഗ്രന്ഥശാലയും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചു. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിവിധതരം സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണമായത്. പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പഴയ സംഗീത ഉപകരണങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഇതിലൂടെ അവസരമൊരുക്കി. സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലൈവ് മ്യൂസിക് പെർഫോമൻസും അരങ്ങേറി. അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാദർ നവീൻ മാമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഗീത അധ്യാപിക റോസമ്മ, പ്രിൻസിപ്പൽ സൂസൻ, ഹെഡ് മിസ്ട്രസ് അനു എജെ, ഗ്രന്ഥശാല ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പുതിയ തലമുറയ്ക്ക് നാടിന്റെ സംഗീത പാരമ്പര്യവും പഴയകാല ഉപകരണങ്ങളും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ലോക സംഗീത ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് 22-ാം തീയതിയാണ് ഞങ്ങൾ സ്കൂളിൽ ലോക സംഗീത ദിനം ആചരിക്കുന്നത്. അമ്പൂരി നമ്മളിടം ഗ്രന്ഥശാലയും സ്കൂളും ചേർന്ന് ഒരുമിച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 25 സംഗീത ഉപകരണങ്ങളുടെ വാദനവും 42 പരമ്പരാഗത സംഗീത ഉപകരണങ്ങളും ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പഴയകാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ സംഗീതത്തെ എത്രത്തോളം ഹൃദയത്തിൽ ഏറ്റിയിരുന്നു എന്നും അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളുമായിരുന്നു എന്നുള്ളത് പുതുതലമുറയ്ക്ക് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മിഴാവ്, മകുടി, പുള്ളുവൻ വീണ, പുള്ളുവൻ കുടം എന്നിങ്ങനെ കിങ്ങിണി അരിവ കൃഷിക്കും ആഘോഷങ്ങൾക്കും വിനോദത്തിനും ആചാരങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന 41 പരമ്പരാഗത സംഗീത ഉപകരണങ്ങൾ ഞങ്ങളിവിടെ പുതുതലമുറയ്ക്ക് അവതരിപ്പിക്കുകയാണ്. ഇത് 3-ാം വർഷമാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം തന്നെ അവതരിപ്പിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. അടുത്ത വർഷം ഇതിലും വലുതായ സംഗീത ദിനാചരണം സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം. സംഗീതത്തിൻ്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുന്നതിനും പഴയകാലത്തെ സംഗീതത്തിൻ്റെ മാധുര്യവും അതിൻ്റെ മൂല്യവും പൊതുജനത്തെ അറിയിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഈ സംരംഭം വളരെയധികം കഴിഞ്ഞ വർഷം വിജയിച്ചിരുന്നു. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ഞങ്ങൾ ആചരിക്കുകയാണ്. GTV ന്യൂസ്, അമ്പൂരി.